നമ്മൾ എല്ലാവരും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കൊടുക്കൽ വാങ്ങലിൽ ഏർപ്പെടുന്നത് അല്ലേ? പണമായാലും വസ്തുക്കളായാലും അല്ലേ, എന്ത് കാര്യമാണ്. സ്നേഹം ആണെങ്കിൽ പോലും അങ്ങനെയാണ്. നമ്മൾ സ്നേഹം കൊടുക്കുന്നു, നമുക്ക് തിരിച്ച് കിട്ടും എന്ന പ്രതീക്ഷയിൽ അല്ലേ? കിട്ടുന്നവരുണ്ട്, കിട്ടാത്തവരുമുണ്ട്, അതോർത്ത് വിഷമിക്കുന്നവരുണ്ട്. എന്തോ ആയിക്കൊള്ളട്ടെ. ആദ്യം ഞാനൊരു കാര്യം പറയുകയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തിയുണ്ട്. അതായത് ഞാൻ ഈ ചാനൽ തുടങ്ങിയതിന് ശേഷം എനിക്ക് ആദ്യമായിട്ട് കമൻറ്റ് ചെയ്തതും, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഓരോ കമൻറ്റും എനിക്ക് എൻ്റെ ഒരു മൂത്ത ജ്യേഷ്ഠൻ, എന്നെ അറിയാവുന്ന ഒരാൾ എന്നോട് പറയുന്നത് പോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹത്തിന് ഒരു സംശയം തോന്നി, ഞാനെന്തോ ദേഷ്യപ്പെട്ടതുപോലെ. ഞാനിങ്ങനെ ആലോചിച്ചെടുത്തപ്പം എനിക്ക് തോന്നിയത്, ഞാൻ നോ താങ്ക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നാണോ അദ്ദേഹത്തിന് അങ്ങനെ തോന്നിയത് എന്ന് അറിയില്ല. എന്തായാലും പോട്ടെ, ആ പിണക്കമൊക്കെ കഴിഞ്ഞു. ഇപ്പം കാര്യങ്ങളെല്ലാം ഓക്കെ ആയി. ഇപ്പോൾ എന്നോട് ഭയങ്കര കാര്യമായിട്ട് പിന്നെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ നീ എന്നാണ് വിളിക്കുന്നത്, ആ ഒരു നീ എന്നുള്ളത് ഞാൻ ഉൾക്കൊള്ളുന്നുണ്ട്. അതായത് എൻ്റെ ചേട്ടന്മാർ, എൻ്റെ അനിയനാണെങ്കിൽ പോലും എന്നെ നീ എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു അടുപ്പം ഞാനതിൽ കാണുന്നുണ്ട്. അപ്പം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, നീ ഇനി ലൈക്കൊക്കെ പറയണം. ഞാനങ്ങനെ പറയാറില്ല. ഞാൻ ആകെ പറയുന്നത്, ചിലതിൽ ഞാൻ മറന്നു തന്നെ പോകും, എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇപ്പോൾ ഓർത്തോർത്ത് ഞാനത് പറയാറുണ്ട്. അതുള്ളതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം, ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും എല്ലാം. അപ്പോൾ ഇതിനൊക്കെ മനസ്സിൽ എനിക്കൊരു സ്ഥാനം തോന്നുന്നവർക്ക്, അല്ലെങ്കിൽ എൻ്റെ ശബ്ദം കേട്ടിട്ട്, അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് കേട്ടിട്ട് ഇതിലെന്തെങ്കിലുമൊക്കെ ഉണ്ട്, പറയുന്നതിൽ കാര്യമുണ്ട് എന്നൊക്കെ തോന്നുന്നവർ തീർച്ചയായിട്ടും എന്നെ അനുഗ്രഹിക്കണം എന്നേ എനിക്ക് പറയാനുള്ളൂ. ഈ അനുഗ്രഹം എന്നത്, ഞാൻ ഈ സപ്പോർട്ട് എന്നതിൽ ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല. ഞാൻ ഈ അനുഗ്രഹത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. കാരണം ഒരാളത് കേട്ടിട്ട് ലൈക്ക് ചെയ്യണ്ട എന്ന് മനസ്സിൽ കരുതിയാലും സാരമില്ല, ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ നന്നായി വരട്ടെ, കുഴപ്പമില്ല എന്നൊക്കെ ഒന്ന് മനസ്സിൽ തോന്നിയാൽ അതെനിക്ക് അനുഗ്രഹമാവും. ആ ഒരു അനുഗ്രഹം മറ്റൊരാളുടെ വിരൽത്തുമ്പിലൂടെ എനിക്കത് ലൈക്കോ സബ്സ്ക്രൈബോ ഒക്കെ ആയി ലഭിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പം അത് എന്നെ അനുഗ്രഹിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ ഞാൻ ഈ മലയാളത്തിൻ്റെ ഒരു അഡിക്റ്റ് ആയതുകൊണ്ടാവാം അങ്ങനെ സംസാരിക്കുന്നത്. ഓക്കെ. അപ്പം കൊടുക്കൽ വാങ്ങൽ പറയുമ്പോൾ, നമ്മൾക്കെന്ത് ആര് തന്നാലും നമുക്ക് അത് തിരിച്ചു കൊടുക്കാൻ ചിലപ്പം പറ്റില്ല, എങ്കിലും മറ്റൊന്നായിട്ട് നമ്മളത് തിരിച്ചു കൊടുക്കണമെന്നാണ്. നമുക്കിപ്പോൾ ഒരാൾ ഡ്രസ്സ് വാങ്ങിച്ചു തരുന്നു, നമുക്കപ്പോൾ തിരിച്ച് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും ഒരു സാഹചര്യം വന്നാൽ നമ്മളത് ചെയ്യണം. ഇപ്പം പണമായിട്ട് തരുന്നു, കടമായി നമ്മളത് വാങ്ങിക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ചു കൊടുക്കണം. ചിലത് പലിശ കൊടുക്കേണ്ടത് അത് കൊടുക്കണം, ഇല്ലേ? സ്നേഹം തന്നാൽ എന്താണ്, തിരിച്ച് സ്നേഹം കൊടുക്കണം, അല്ലേ? നമുക്കിതൊന്നും കണക്ക് പറയാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. ചിലരോട് നമുക്കിതൊന്നും കണക്കുകളില്ല. നമ്മൾ എത്ര തിരിച്ചു കൊടുത്തില്ലെങ്കിലും ചിലർ തന്നുകൊണ്ടേയിരിക്കും. അപ്പം എന്തുവായാലും, പക്ഷേ അത് ചില കാര്യങ്ങൾ ചിലരിൽ നിന്നും നമുക്ക് അങ്ങനെ സ്വീകരിക്കുന്നത്, അത് പണമായി എന്ത് കാര്യമായാലും ചിലത് സ്വീകരിക്കുന്നത് നമുക്ക് പിന്നീട് അതൊരു ബാധ്യതയായി മാറും. ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ചില വാങ്ങലുകൾ നമുക്കെപ്പോഴും ബാധ്യതയായി നിലനിൽക്കും. അപ്പോൾ അത് നമുക്ക് മനസ്സിലാകുന്നത് ചിലപ്പോൾ വൈകിയാകും. ചിലരുടെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കും, എന്നിട്ട് വിളിച്ചു പറയും. അങ്ങനത്തെ ആളുകളുണ്ട്. അത് പക്ഷെ നമ്മൾ വൈകിയായിരിക്കും അറിയുന്നത്. എനിക്ക് അന്ന് തന്നിട്ട് അയാൾ ഇന്ന ആൾക്കാരോട് പറഞ്ഞായിരുന്നല്ലോ, ഇതിപ്പോഴാണ് ഞാൻ അറിയുന്നത് എന്ന് നമുക്ക് തോന്നുമ്പോൾ ഉണ്ടല്ലോ, ഭയങ്കരമായിട്ട് വിഷമം തോന്നും. വേണ്ടിയിരുന്നില്ല, വാങ്ങിക്കേണ്ടിയിരുന്നില്ല എന്നൊക്കെ. അപ്പം നമുക്ക് എന്താണ് തിരിച്ച് ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ അത് മനസ്സിൽ വയ്ക്കുക,
നമ്മളത് ഏതെങ്കിലും രീതിയിൽ തിരിച്ചു കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ ആരോടും പറയണമെന്നില്ല. പക്ഷേ അത് നമ്മുടെ മനസാക്ഷിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം നൽകുന്ന കാര്യമായിരിക്കും. അത് നമ്മൾ മനസ്സിനെ ബോധ്യപ്പെടുത്തിയാൽ മതി. ഇല്ല നേരെ തിരിച്ചാണെങ്കിലോ അത് നമ്മുടെ മനസ്സിനെ കിടന്ന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് എന്ത് കാര്യമായാലും നമ്മൾ വാങ്ങിയാൽ തിരിച്ചു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഇല്ല എങ്കിൽ അവിടെ പിന്നീട് ചില പ്രശ്നങ്ങളുണ്ടാകും. പക്ഷെ അച്ഛൻ അമ്മ എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും നമുക്ക് കൂടുതലൊന്നും പറയാൻ പറ്റില്ല. അത് അവരുടെ കടമയുടെ ഭാഗവും കൂടിയാണ്. ഇപ്പം ആങ്ങള പെങ്ങൾ ചേച്ചി അനിയത്തി അതൊക്കെ നമ്മുടെ കടമയുടെ ഭാഗമാണ്. പക്ഷേ അതിന് പുറത്തേക്ക് ഉള്ള ബന്ധങ്ങളാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും രീതിയിലത് തിരിച്ചു കൊടുക്കുക തന്നെ വേണം. ശരിയല്ലേ ഞാൻ പറയുന്നത്? ഓക്കെ.